ജർമ്മനിയിലേക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതിന് മുന്നേ ഈ 3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഹലോ ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായി. അത്യാവശ്യം നല്ല ജോലിയിലിരിക്കുന്ന, അതായത് മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ഒക്കെ അത്യാവശ്യം നല്ല ജോലിയിലിരിക്കുന്ന ആൾക്കാർ സ്റ്റുഡൻറ് വിസയിൽ ഇങ്ങടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് പറഞ്ഞത്. ഒരുപാട് നെഗറ്റീവ് ഇംപ്രഷൻസ് ആ വീഡിയോക്കകത്ത് വന്നു. ലൈക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം നമുക്ക് ഇവിടെ പട്ടിപ്പണി എടുത്തിട്ട് കിട്ടുന്നില്ലേ, അതുപോലെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസ്. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ളൊരു സാധനം ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പക്ഷേ റൈറ്റ് നൗ I just want to say a couple of things to the students who are coming to Berlin. Students who are coming to Germany in particular. ബെർലിനിലാണ് ഞാനുള്ളത്. അപ്പോൾ എനിക്ക് ബെർലിനിലെ സ്റ്റുഡൻറ് ലൈഫിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് ലൈക്ക് ഓൾമോസ്റ്റ് ജർമ്മനിയിലെ എല്ലാ സ്ഥലത്തും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരെ കുറിച്ചിട്ടാണ് ഈ വീഡിയോക്കകത്ത് കൂടുതൽ. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരുടെ കാര്യം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ബട്ട് ദെൻ there is a couple of differences when it comes to that. എനിക്ക് 3 കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത്. ജർമ്മനിയിലേക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതിന് മുന്നേ ഈ 3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് പാർട്ട് ടൈം ജോബ്സ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആരുടെ വീഡിയോ കണ്ടു, ഏജൻസി പ്രോമിസ്ഡ് ദം ഫോർ പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ്. ഞാൻ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. ജർമ്മനിയിലെ ബെർലിനിലെ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും അവരെ കൊണ്ടുവന്ന ഏജൻസീസ് പാർട്ട് ടൈമിനൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. എന്ത് അസിസ്റ്റൻസാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് നോക്കുക. ബിക്കോസ് പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര പാടാണ് മക്കളെ. ഞാൻ വന്നിട്ട് 7 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പാർട്ട് ടൈം കിട്ടിയത്. ലിറ്ററലി 7 മാസം. ഈ 7 മാസം എൻ്റെ ചിലവെല്ലാം ബ്ലോക്ക് അക്കൗണ്ടിൽ നിന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അടുത്ത ഫീസ് അടയ്ക്കേണ്ട സമയം വന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് സെമിസ്റ്ററിലാണ് ഫീസ് അടയ്ക്കുന്നത്. എനിക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വന്നു. അതുപോലെ പിന്നെ ഈ 7 മാസം ഞാൻ ഫണ്ട് ചെയ്തത് ബ്ലോക്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിനുശേഷവും എനിക്ക് ഫീസ് അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഒരു രൂപ പോലും സേവ് ചെയ്യാൻ പറ്റില്ല. ലിറ്ററലി നത്തിങ്. ആ ബ്ലോക്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കാശ് അതുപോലെ അങ്ങ് പോയി. കാരണം ഫീസ് അടയ്ക്കേണ്ടി വന്നു. എനിക്ക് 4300 ആണ് ഫീസ് ഉള്ളത്. സെമിസ്റ്ററിൽ ഫീസ് അടയ്ക്കേണ്ടി വന്നു. പിന്നെ അതുപോലെയുള്ള ബാക്കി ചിലവുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റ രൂപ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബേസിക്കലി നിങ്ങൾക്ക് പാർട്ട് ടൈം എന്നുള്ളൊരു കാര്യം ആരെങ്കിലും പ്രോമിസ് ചെയ്തിട്ടാണ് ഇങ്ങടേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇങ്ങടേക്ക് നിങ്ങൾ കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് ആദ്യത്തെ മാസങ്ങളിൽ പാർട്ട് ടൈം കിട്ടുള്ളൂ. പാർട്ട് ടൈം കാര്യം നമ്മൾ നോക്കുക, നല്ല പാടാണ്. ജർമ്മനി ഈസ് ഇൻ ജർമ്മനിയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 6.2 6.3 ആണ്. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കലി ഹൈ. അതായത് ജർമ്മനിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നതല്ല, റൂട്ടേഴ്സും ഫോബ്സും പോലെയുള്ള എക്കണോമിക് മാഗസീൻസ് പറയണതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പാർട്ട് ടൈം 2 ലാംഗ്വേജ് ആണ്. ഇനി ഈ പാർട്ട് ടൈമിനും നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിലേ പാർട്ട് ടൈം കിട്ടുള്ളൂ. ഞാൻ പല സ്ഥലങ്ങളിലും പാർട്ട് ടൈം അന്വേഷിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സമ്മറിൽ കുറേ ബിയർ ഗാർഡൻസ്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ ആസ്ക്ഡ് ഈസ് ലൈക്ക്, ഡു യു സ്പീക്ക് ഡോച്ച്? ഇറ്റ്സ് ലൈക്ക്, നോ, I am trying. I'm studying or I am preparing Deutsch, but then doesn't matter. ഒരു 8 എങ്കിലും, അപ്പം ഒരു 6 മാസം എടുത്ത് എനിക്ക് തോന്നുന്ന ഒരു 8 തീർക്കാൻ പറ്റും. 6 മാസം എടുത്ത് തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല. ഒരു 8 എങ്കിലും എടുത്തിട്ട് വന്നാൽ നമുക്കൊരു ബേസിക് കമ്മ്യൂണിക്കേഷൻ ഒരു ഇതുണ്ടാവും. നമുക്കിവിടെ വന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ജോബ്സ്. പിന്നെ ഇതിന് ശേഷം നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്കിവിടെ ജോലി കിട്ടണമെങ്കിൽ ജർമ്മൻ തന്നെ വേണം. ഏതെങ്കിലും 1-2 ഫീൽഡുകളിൽ ഒഴിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഈ നോൺ ടെക്നിക്കൽ ജോബ്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ജർമ്മൻ വേണം. ജർമ്മൻ ഇല്ലാതെ നമുക്കിവിടെ ജോലി എടുക്കാൻ പറ്റില്ല. ഈവൻ എനിക്കും ഇനിയിപ്പം ജർമ്മൻ തുടങ്ങണം. അടുത്ത സെം എനിക്ക് തീസിസ് ആണ്. തീസിസ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. തീസിസും പാർട്ട് ടൈമും എല്ലാം കൂടെ ആയിട്ട് ഡോയ്ച്ച് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഡോയ്ച്ച് കോഴ്സസ് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്നത് അത്രയും നന്നായിരിക്കും. മൂന്നാമത്തത് ഹൗസിങ്. ഈ കാണുന്ന സ്പേസിന് ഞാൻ 520 യൂറോ ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് 53,000 മേ ബി, 53,000 54,000. സിംഗിൾ റൂംസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഹൗസിങ് ഈസ് എ റിയലി ഹ്യൂജ് പ്രോബ്ലം ഇൻ ബെർലിൻ. ആൻഡ് ബെർലിൻ, മ്യൂണിക്, ഫ്രാങ്ക്ഫർട്ട്, ലൈക്ക് ഈ വലിയ വലിയ സിറ്റീസിലൊക്കെ, ജർമ്മനിയിൽ തന്നെ ഒരു പ്രോബ്ലമാണ്, വലിയ വലിയ സിറ്റീസിൽ അത് ഭയങ്കര പ്രോബ്ലമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, പണ്ടൊന്നും ഞാനത് വിശ്വസിച്ചിട്ടില്ല, മലയാളികളെ ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ്, അതുപോലെ ഇന്ത്യക്കാരെയും വലിപ്പിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്.
നമുക്ക് കിട്ടുന്നത് സബ്ലെറ്റ്സ് ആയിരിക്കും. അതായത് അൺവൾഡങ്ങളുള്ള സിറ്റി രജിസ്ട്രേഷനുള്ള അപ്പാർട്ട്മെന്റ്സ് തന്നെ ആയിരിക്കും. പക്ഷേ ബെഡ് സ്പേസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഒരു റൂമിൽ 3 പേരൊക്കെ ഉള്ള ബെഡ് സ്പേസിന് 420 430 യൂറോ ഒക്കെയാണ് ചോദിക്കുന്നത്. 450 കൊടുക്കുന്നവരും ഉണ്ട് 2 ഷെയറിനൊക്കെ. അത്രയൊന്നും മൊത്തത്തിൽ ആ റെന്റ് വരുന്നില്ല. സോ നമ്മളെ വലിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. സോ ആ കാര്യം കൂടെ നോക്കുക. ഹൗസിങ്, പാർട്ട് ടൈം ജോബ്സ് ആൻഡ് ലാംഗ്വേജ്. സോ ഈ 3 കാര്യങ്ങളും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ജർമ്മനിയിലേക്ക് കയറി വരാൻ. അപ്പോൾ പിന്നെ മാത്രമല്ല, ഏജൻസീസിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് വരരുത്. ഈവൻ യു ക്യാൻ അപ്ലൈ ഓൺ യുവർ സെൽഫ്. ഞാൻ സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്തത്. ഞാനൊരു ഏജൻസീൻ്റെയും പുറകെ പോയിട്ടില്ല. എല്ലാ കാര്യവും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഈവൻ എൻ്റെ IELTS പ്രിപ്പറേഷൻ, എൻ്റെ APS കാര്യങ്ങൾ, അതുപോലെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, VFS ഏജൻസി ഇല്ലാതെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാം. സോ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ IU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൻ്റെ ഏകദേശം 300 സ്റ്റുഡൻസിന് ഡീപ്പോർട്ടേഷൻ കിട്ടി. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു, ഇറ്റ് ഡസൻറ്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് അവർ യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കെല്ലാം സേഫാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ 2 തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലുള്ളത്. ഒന്ന് ജർമ്മൻ ഡിഗ്രി കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ്, ഒന്ന് UK ബേസ്ഡ് ആയിട്ടുള്ള ഡിഗ്രീസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ്. സോ അത് തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഡിഗ്രി നമുക്ക് ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ആരും നോക്കത്തൊന്നുമില്ല ഡിഗ്രി എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളതൊന്നും. പക്ഷേ യൂണിവേഴ്സിറ്റീസിൻ്റെ പോക്കിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പോണത്. സോ അതുപോലെ തന്നെ ഏജൻസികളില്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഐ റിയലി വോണ്ട് ടു ഡു ഇറ്റ് ബിക്കോസ് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഞാൻ സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്തത്. സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഐ പ്രിപ്പയർഡ് ഫോർ IELTS, ഐ പ്രിപ്പയർഡ് ഫോർ എന്താ പറയുക APS എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. വിസയുടെ പ്രോസസ്സിങ് എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. സോ ടേക്സ് ടൈം, ടേക്സ് എഫേർട്ട്, ബട്ട് ദെൻ ലൈക്ക് ഏജൻസിക്ക് കൊടുക്കുന്ന കാശും അല്ലാതെ, പിന്നെ മാത്രമല്ല റാൻഡം യൂണിവേഴ്സിറ്റീസിൻ്റെ തലയിലേക്ക് നമ്മൾ പോയി പെടത്തുമില്ല. സോ കാര്യം കൂടെ നോട്ടീസ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ചാവ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ടെക്സ്റ്റ് മീ ഓൺ Instagram, or I can add my email. You guys can reach me through email as well. So അടുത്ത വീഡിയോയിൽ കാണാം. ചാവ്.